ഏതെങ്കിലും വിഷയത്തിൽ ടൈം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടണത് വരെ അത് ദൈവഹിതമായിട്ട് തന്നെ നീ കണക്കാക്കണം. ഇവർ ദ പോയിന്റ്. മനസ്സിലായി? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഇത് കൃപാസനമാണ്. ഈ ഭൂമിക്ക് മുകളിൽ ഒരു ദിവസം മുഴുവനും നിന്ന് സാക്ഷ്യം പറയുന്ന ലോകത്തിലെ ഏക ഇടമാണിത്. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം ഇവിടെ വന്നാൽ തീരാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ കഴിവുകേടിനേക്കാൾ ഉപരി അമ്മയുടെ കഴിവിലും അമ്മയുടെ പ്രത്യക്ഷഗണത്തിലും പ്രത്യക്ഷഗണ സന്ദേശത്തിന്റെ ദൈവഹിതത്തിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷഗണത്തിന് സാക്ഷിയാകാൻ ആര് തീരുമാനിച്ചാലും അവന്റെ കാര്യത്തിൽ ദൈവം തീരുമാനമെടുക്കും. എന്താ കാര്യം? അത് നമ്മുടെ കഴിവിലല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് കൈയടിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, ഒരു കാരണവശാലും ദൈവത്തിനോട് എതിർത്ത് ഒരു വാക്കും പറയരുത്. ഇൻ കേസ് അങ്ങനെ പറഞ്ഞാൽ പോലും സോറി പറയണം. എന്താ കാര്യത്തിൽ? അമ്മ ഒരിക്കൽ ഈശോയോട് ചോദിച്ചായിരുന്നു, ഈശോ നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? കാര്യം കാണാതെ പോയില്ലേ? അപ്പൊ ദേവാലയത്തിൽ പോയി ഒരു ദിവസത്തിന് ശേഷമല്ലേ അമ്മ കണ്ടുമുട്ടിയത്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒരു സോറി പോലും പറയാതെ ഈശോ ഇവിടെ തങ്ങിയില്ലേ? അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണതാ. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒന്നാമത് കാശും കയ്യിലില്ല, തിരിച്ചു പോകാനുള്ള കാശും കൊണ്ടാണ്, മിനിമം കാശും കൊണ്ടല്ലേ ഈ കാർപ്പൻ്ററിന്റെ വൈഫ് വരണത്. അങ്ങേരെ ഉടിയും കൊട്ടുപൊടി എടുത്തിട്ടല്ലേ കഞ്ഞി വെച്ച് പോണത്. അതിൻ്റെ നിന്ന് ബാക്കിയുള്ള നക്കാപ്പിച്ച കാശ പിടിച്ച് വെച്ചിട്ടാണല്ലോ ഒരു കൊല്ലം കഴിയുമ്പോൾ പള്ളി കുശി പൊട്ടിച്ച് പള്ളി വന്നത്. എന്നിട്ട് ഇപ്പൊ ഇരട്ടിപ്പണിയായില്ലേ? ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ള യാത്ര ഉണ്ട്. തൃശ്ശൂർ എത്തിയിട്ട് ഈശോ അവിടെ നിന്ന് അമ്മ എറണാകുളത്ത് എത്തിയപ്പോഴാണ് അറിയണത് ഈശോ ഇവിടെ ഇല്ലെന്ന്. പിന്നെ തിരിച്ചു പോയി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടി യാത്രയായി. അപ്പൊ ഈശോ അമ്മ ചോദിക്കും, എന്താ ഈശോ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? നിന്റെ അപ്പ എന്തുമാത്രം വിഷമിക്കണമെന്ന് അറിയാവോ? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയും. അപ്പൊ ഈശോ എന്ന് പറയും, എന്താ കാര്യം? ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല. സ്വന്തം മകനാണെങ്കിലും പറയാൻ പറ്റത്തില്ല. അപ്പൊ ചില കാര്യം ദൈവം നമ്മൾ പറയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാര്യം ഈശോയ്ക്ക് വേണമെങ്കിൽ സോറി പറയാമായിരുന്നു, പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ അറിയണം. എന്തറിയണം? ദൈവഹിതം നിങ്ങൾ അറിയാൻ ബാധ്യസ്ഥയാണ്. ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യത്തിൽ ആകേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുത്ത് ദൈവത്തിന്റെ അമ്മയുടെ അപ്പന്റെ വചനത്തിന്റെ നടപ്പിൽ വരുത്തുന്ന ആൾക്കാരുടെ ഉയരുമ്പോഴേ ചില കാര്യങ്ങൾ ദൈവഹിതത്തിന് വിടണമെന്ന് നിങ്ങൾക്കറിയണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരാത്തത് എന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. അമ്മ പക്ഷേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ ചോദിക്കേണ്ടിയില്ലായിരുന്നു. വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്ത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിന് മറുപടി ചോദിച്ചില്ല. നീ എന്താ എന്നോട് അങ്ങനെ ചോദിച്ചത്? അവിടെ വെച്ച് നിന്റെ പിത നീ പറയാതെ നിന്റെ ഹിതം നീയല്ലേ ദൈവം? ഞാൻ നിന്നെ പെറ്റെടുക്കാൻ വേണ്ടി ദൈവം എന്നെ ഉപകരണമാക്കിയല്ലേ? നിനക്കൊരു വാക്കിന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാനല്ല അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ഈശോയുടെ വീട്ടിൽ വന്ന് തർക്കുത്തരം പറയാൻ അമ്മ തയ്യാറായില്ല. അതിന് പകരം എന്താ ചെയ്തത്? അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചില കാര്യങ്ങൾ ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല, നമ്മൾക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റത്തേ